ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. അദ്ദേഹം നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അതിനനുസരിച്ച് നീങ്ങണം, അതിനനുസരിച്ചുള്ള നിയമങ്ങൾ നടപ്പാക്കണം എന്നൊക്കെ പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഈ ഒരു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വാഗതാർഹമായ നിയമങ്ങളാണ്, മാറ്റങ്ങളാണ്, അത് നടപ്പിലാക്കേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്ന പോലെ ഫുള്ള് അവരുടെ പെടലിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചുമലിലേക്ക് ഈ ഭാരം മുഴുവൻ വെച്ച് സർക്കാർ ഇപ്പുറത്ത് മാറി നിന്നുകൊണ്ട് നിയമം നടപ്പാക്കുന്ന ഒരു സംവിധാനത്തോട് 100% ഞാൻ യോജിക്കുന്നില്ല. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ 100 കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് ഒരു RTO ഓഫീസിന് കീഴിൽ തന്നെ ഒരു ദിവസം 18 വയസ്സ് പൂർത്തിയാകുന്നവരുണ്ടാവും. ഈ 18 വയസ്സ് പൂർത്തിയാകാൻ നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും ലൈസൻസ് എടുക്കാൻ. ഇപ്പം മുമ്പത്തെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലൈസൻസ് ഒരു ദിവസം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു 100 കണക്കിന് ലൈസൻസുകൾ എന്തായാലും ഒരു RTO ഓഫീസിൻ്റെ കീഴിൽ എന്തായാലും അപേക്ഷകൾ വരും. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ലൈസൻസും കൊടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് എന്തായാലും 100 കണക്കിന് ആളുകളുണ്ടാവും. പക്ഷേ ഈ 100 കണക്കിനുള്ള എണ്ണം ഈ ലൈസൻസ് കുറ്റമറ്റതാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലൈസൻസിൻ്റെ എണ്ണം കുറക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ ഇത്രയും ഒരു ദിവസം തന്നെ വരുന്ന 100 കണക്കിന് അപേക്ഷകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അപേക്ഷകളിൽ ഒരുപാട് സമയം എടുക്കുമ്പോൾ ഒരാൾക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കാലങ്ങൾ ഒരുപാട് എടുക്കുന്ന ഒരു പ്രൊസീജിയറായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിന് കാലതാമസം ഡ്രൈവിങ് എത്രത്തോളം കുറ്റമറ്റതാക്കാൻ പറ്റുമോ, എത്രത്തോളം അതിൽ സ്ട്രിക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ തർക്കമില്ല. അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഡ്രൈവിങ്ങിനെ അത് നല്ല ഒരു ഡ്രൈവറാക്കി മാറ്റാൻ സഹായിക്കും ഓരോ വ്യക്തിയെയും ഈ ലൈസൻസ് ഇത്രയും സ്ട്രിക്റ്റ് ആകുമ്പോൾ. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ട് അത് എല്ലാ സംവിധാനങ്ങളും ചെയ്യണം. ഇപ്പോൾ 100 ലൈസൻസ് കൊടുക്കുന്നിടത്ത് 10 ലൈസൻസോ അല്ലെങ്കിൽ 30 ലൈസൻസോ കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡമാക്കി എടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. 100 ലൈസൻസ് കൊടുക്കേണ്ടടുത്ത് 100 ലൈസൻസ് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ 110 കൊടുക്കാൻ പറ്റുമെങ്കിൽ 110 കൊടുക്കുക. പക്ഷേ ഡ്രൈവിങ് ടെസ്റ്റ് ചെയ്യുമ്പം അത് കുറ്റമറ്റതായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ പിന്നെ ഈ ലൈസൻസിൻ്റെ ഈ അപേക്ഷകർ ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ സംവിധാനം ചെയ്യട്ടെ, അല്ല അവർ പഠിക്കട്ടെ, അവർ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യട്ടെ, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് കൊടുക്കുക. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം 100 പേർക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പം ഒരു ദിവസമാണെങ്കിൽ അതിന് എത്രത്തോളം ഓഫീസേഴ്സ് വേണോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേണോ എന്നുള്ളത് 100 എണ്ണം ഒരു ദിവസം കൊടുക്കുന്നുണ്ടെങ്കിൽ 100 എണ്ണം ഒരു ദിവസം തന്നെ കൊടുക്കുക. പക്ഷെ അതിൻ്റെ ബാക്കിൽ എത്രത്തോളം അതിന് സെറ്റപ്പ് വേണം, എന്തൊക്കെ സംവിധാനങ്ങൾ വേണം എന്നുള്ളത് അതിൻ്റെ സംവിധാനങ്ങൾ ആദ്യം തയ്യാറാക്കുക. അല്ലാതെ ലൈസൻസ് 100 എണ്ണം കൊടുക്കുന്നിടത്ത് അല്ലെങ്കിൽ 150 എണ്ണം കൊടുക്കുന്നിടത്ത് ലൈസൻസ് 30 എണ്ണം ആക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് സാറ് കാണരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ഒരു നിലപാടിൽ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഉറച്ചു നിൽക്കുമ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, മുമ്പ് ഒരു ഗതാഗത മന്ത്രി ബസ്സിന് അപകടം കുറയ്ക്കാൻ വേണ്ടി ബസ്സിന് വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഇവിടുന്ന് ആയിരക്കണക്കിന് ബസ്സുകളാണ് ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറി രജിസ്റ്റർ ചെയ്തത്. അതുപോലെ ഇപ്പോൾ സിമ്പിളായിട്ട് ഈ കേരളത്തിലെ ഈ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിനേക്കാളും സിമ്പിളായിട്ട് ഇന്ത്യയിൽ മറ്റെവിടെന്നെങ്കിലും ലൈസൻസ് കിട്ടാനുണ്ടോ എന്നുള്ളത് മലയാളികൾ നോക്കും. അങ്ങനെ ആളുകൾ അവിടെ പോയി ലൈസൻസ് എടുത്ത് വരുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങളെത്തും. മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഗൂഡല്ലൂരും പിന്നെ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് കേരളത്തിലുള്ള ആളുകൾ ലൈസൻസ് എടുത്ത് വരാറുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കേട്ടുകേൾവിയുണ്ട്. അപ്പം ആ രീതിയിലേക്ക് മാറും. അപ്പോൾ ആ രീതിയിലേക്ക് അനുവദിക്കാതെ ഇവിടുത്തെ ആളുകളെ ഇവിടെ തന്നെ ഫുള്ളി സ്ട്രിക്റ്റായിട്ട് തന്നെ ഇപ്പം 100 ആൾക്ക് അപേക്ഷിച്ചാൽ 100 ആൾക്കും ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ ലൈസൻസ് വണ്ടി കുറ്റമറ്റ രീതിയിൽ നല്ല പെർഫെക്ഷനോടുകൂടി ഓടിച്ച് കാണിക്കുന്നവർക്കെല്ലാം ലൈസൻസ് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തണം. അതിന് വേണ്ട ബാക്കപ്പും സംവിധാനങ്ങളും ഓഫീസ് സംവിധാനങ്ങളും അതെല്ലാം ഇനിയിപ്പം മൈതാനത്തിൻ്റെ സംവിധാനങ്ങളാണെങ്കിൽ അത് ഇനി മൈതാനത്തിൽ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. സാറിൻ്റെ ഒരു വോയിസ് തന്നെ ഞാൻ കേട്ടു.
റോഡ് വേണ്ട, റോഡ് വേണമെങ്കിൽ അല്ല റോഡല്ല മൈതാനം വേണ്ട, മൈതാനം വേണമെങ്കിൽ അവർ അടച്ച് പൂട്ടി ഗേറ്റിട്ട് പൂട്ടിക്കോട്ടെ എന്ന് സാറ് പറയുന്നുണ്ട്. ശരിയാണ്, റോഡിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. മൈതാനത്ത് കൂടെ അല്ലല്ലോ വണ്ടി ഓടിക്കുക, റോഡിലൂടെ അല്ലേ. അപ്പോൾ റോഡിൽ അതിനുള്ള സംവിധാനങ്ങളോടുകൂടി അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.